ലക്ഷ്മി, വളരെ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രായഭേദമന്യുള്ള ആളുകളാണ് നമുക്ക് ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലായി. അതായത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉള്ളൂരാണ്. ഉള്ളൂരിലെ ഈ റോഡിൻ്റെ പരിസരത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകൾ, പ്രായഭേദമന്യുള്ള ആളുകൾ, ഇവിടെ കുറേ ഓട്ടോ തൊഴിലാളികളായുള്ള ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ് അവസാനമായി VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി. ഇവിടുത്തെ ഈ സ്റ്റാൻഡിൽ ഓടുന്ന ആളുകളാണോ? അതെ, ഈ സ്റ്റാൻഡിൽ, മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിൽ. എങ്ങനെ VS-നെ എങ്ങനെ ഓർക്കുന്നു നിങ്ങൾ? ഞങ്ങൾ വലിയൊരു നേതാവാണ് ഇവിടെ പറഞ്ഞു പോയത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്, വിഷമമുണ്ട്. തീരാ നഷ്ടമാണ് അല്ലേ? തീർച്ചയായും തീരാ നഷ്ടം തന്നെയാണ്. VS-നെ നേരിട്ട് കണ്ടിട്ടുണ്ട് മുമ്പേക്ക്, ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാൻ പോയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെ ഓർക്കുന്നു VS-നെ? നമ്മൾ ഡെയിലി പരിപാടിക്ക് പോകുമ്പോൾ കാണുന്നതാണ്. ഇത് നല്ലൊരു മനുഷ്യനാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതീക്ഷ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. സുഖമൊന്നും ആൾക്കും വരുന്നില്ല. നമ്മളെ സ്റ്റാൻഡിലെ സെക്രട്ടറിയാണ് ആ സെക്രട്ടറി. ചേട്ടാ, എങ്ങനെ ഓർക്കുന്നു VS-നെ? നമ്മൾ പ്രതിപക്ഷം എന്തായിരുന്ന സമയത്ത് നമ്മൾ സെക്രട്ടറിയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അല്ല MLA ആയിരുന്ന സമയത്തും അല്ല ഒരുപാട് പൊതുപരിപാടികളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മളടുത്ത് വരാറുണ്ട്. നല്ല സൗഹൃദമാണ്. ഒരു സമരജീവിതമാണ് അവസാനിച്ചു പോയത്. സമരജീവിതം നമുക്ക് തീരെ നഷ്ടമാണ് പാർട്ടിക്ക്. ഇങ്ങനൊരു നേതാവിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത്രയും നല്ല നേതാവാണ്. ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരുടെ നല്ല ഒരേ സമീപനമാണ്. കൂടുതലും കരയുന്ന വിഷയം അങ്ങനെയുള്ള ആൾക്കാർത്താണ് കൂടുതൽ സഹകരിക്കുന്നത്. നല്ല നേതാവാണ്. ലക്ഷ്മി, നമ്മൾ പ്ലാമൂട് കണ്ടിരുന്നു, പട്ടത്ത് കണ്ടിരുന്നു. ആളുകളുടെ കൈകളിലൊക്കെ പൂക്കളുണ്ട്. ഇവിടെയും നിരവധി ആളുകളുണ്ട്. അവരുടെയും കൈകളിലൊക്കെ പൂക്കൾ നമുക്ക് കാണാം. ചേട്ടാ, സ്ഥലം ഇവിടെ തന്നെയാണോ? ഈ സ്വദേശിയാണോ? ആണ്. VS-നെ എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? അറിയാമോ? നേരത്തെ മുതലേ അറിയാം. VS നല്ല പടത്തലവനാണ്. VS ആണ് ഇവിടുത്തെ സമരനായകനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും VS ആണ്. അതിന് യാതൊരു സംശയവുമില്ല. ലോകം കണ്ട ഏറ്റവും നന്മയുള്ള നല്ലവനായ മനുഷ്യൻ. മനസ്സിലായില്ലേ? അയാളെ സംബന്ധിച്ചിടത്തോളം നീറുന്ന ഹൃദയങ്ങൾ, വിഷമിക്കുന്നവരെ സഹായിക്കുന്ന ഏക മനുഷ്യസ്നേഹി എന്ന് പറയാം VS കേട്ടോ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, യഥാർത്ഥ മനുഷ്യൻ, അതാണ് VS. VS എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് എന്താണ്? VS എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത വീരനായകൻ. അത് തന്നെയാണ് ഓർമ്മയുള്ളത്. നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രായമല്ല. അദ്ദേഹം 100 വയസ്സായി, എനിക്ക് 73 വയസ്സായി. ഈ കാലഘട്ടത്തിൽ അദ്ദേഹമായിട്ട് പല സമയത്ത് എനിക്ക് അദ്ദേഹത്തിനോട് പോയി സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുണ്ട്. അരമണിക്കൂർ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ടുമുണ്ട്. നേരിട്ടല്ലേ? ഞാൻ നേരിട്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനസ്സിന് തെളിച്ചമുള്ള ഒരു മനുഷ്യ സ്നേഹി എന്ന് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വിപ്ലവകാരി, നല്ലൊരു പോരാളി, പാവങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത, പാവങ്ങൾക്ക് വേണ്ടി പടയൊരുക്കം നടത്തിയ, പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്ത, ഇന്ന് ഈ ലോകത്തോട് വിട പറയുന്ന അദ്ദേഹത്തിന് എന്നും ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരും ഓർക്കും. വിശേഷിച്ച് കേരളത്തിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നിസ്തൂലമായ പ്രവർത്തനങ്ങൾ ഭരണത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം ചെയ്ത നിസ്തൂലമായ പ്രവർത്തനം ഒരിക്കലും മറക്കാൻ പറ്റിയല്ല. വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതുങ്ങളുടെ തൊഴിൽ പോകാതിരിക്കാൻ വേണ്ടി, അവർക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ആ പാവങ്ങളെ ഒന്നിച്ചിരുത്തി സമരം ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. അത്രയ്ക്ക് നന്മയുള്ള ഒരു നല്ല മനുഷ്യൻ. ഇന്ന് ലോകത്ത് കാണാവുന്ന ഏറ്റവും കുറച്ച് സന്തോഷവാന്മാരായ മനുഷ്യരിൽ ഒരാളാണ് VS. ഇതാണ് ലക്ഷ്മി, നമ്മൾ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. അദ്ദേഹത്തിന് പറഞ്ഞു തീരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് VS-നെ കുറിച്ച്. നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരുപാട് തവണ സംസാരിച്ചിട്ടുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ നല്ല ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ പ്ലാമ്പൂടും പട്ടത്തുമൊക്കെ കുട്ടികളെ കണ്ടിരുന്നത്. ഇവിടെയും ചെറിയ കുട്ടികളൊക്കെ VS-നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട്.